സോറി ഡിസ്കസ് ചെയ്യുന്നത് ഈ മാപ്പ് പറച്ചിലിന്റെ പൊളിറ്റിക്സ് ഓഫ് അപ്പോളജിയാണ് സോറി ഡിസ്കസ് ചെയ്യുന്നത്. മനുഷ്യർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നൊരു ത്രെഡാണ്. ഇപ്പോൾ ഞാനൊരു ആക്ഷൻ സിനിമ എല്ലാവർക്കും കണക്റ്റ് ആവില്ല എന്ന അവകാശവാദം എനിക്കില്ല. പക്ഷെ എന്നാലും ഈ ത്രെഡ് കുറച്ചുകൂടെ ആളുകളിലേക്ക് റിലേറ്റഡ് ആവും. അപ്പോഴൊക്കെ അവരെന്നോട് പറഞ്ഞ എടാ സോറി പറയുക എന്ന് പറയുന്ന ഒരു സംഭവം സിനിമകളിൽ സീൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ സോറി പറയൽ മൊത്തത്തിലൊരു അല്ലെങ്കിൽ സോറി പറയിക്കൽ മൊത്തത്തിലൊരു പ്ലോട്ട് മൊത്തം സോറിയെ കുറിച്ച് ആകുന്ന സിനിമകൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. അപ്പൊ കൂടുതലൊന്നും അങ്ങനെ വേറെ ആളോട് ചോദിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ റിയൽ ലൈഫിൽ തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഓഡിഷൻ മെമ്മറീസ് ഒക്കെ അടിച്ചിട്ടാണ് ഈ പരിപാടി ഇത്ര വർക്ക് ആയത്. ആദ്യം ഭയങ്കര ലൈഫിലേക്കായിട്ട് തുടങ്ങി എൻഡിലേക്ക് പോകുമ്പോൾ സിനിമാറ്റിക് ആയിട്ട് തീർക്കാം എന്നുള്ളൊരു ആശയത്തിലാണ് അങ്ങനെ ഒരു രീതിയിൽ 2 ടൈപ്പ് കളർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹായ് ഹലോ നമസ്കാരം. സിനിമാ പ്രാന്തനിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സോറി മൂവിയുടെ വിശേഷങ്ങളുമായി ആരോമൽ ആൻഡ് അക്ഷയ്. ഹായ്, വെൽക്കം ടു CP ടോക്സ്. എങ്ങനെയാണ് സോറി മൂവിയുടെ ഇൻസ്പിറേഷൻ എങ്ങനെയായിരുന്നു? ലൈക്ക് സോറി ഡിസ്കസ് ചെയ്യുന്നത് ഈ മാപ്പ് പറച്ചിലിന്റെ പൊളിറ്റിക്സ് ഓഫ് അപ്പോളജിയാണ് സോറി ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഒരു ഐഡിയ ആദ്യം തന്നെ വരാൻ കാരണം ട്രോമാസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ട്രോമാസിനെ കുറിച്ച് ചിന്തിച്ചപ്പം ഈ ചൈൽഡ്ഹുഡിൽ നിന്നുണ്ടാകുന്ന ട്രോമകളെ കുറിച്ച് ചിന്തിച്ചപ്പം അതിനെപ്പറ്റി ഒരു കഥ ചെയ്താൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് സോറിയുടെ ആശയം ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ ട്രോമ വന്നവർ എങ്ങനെ റിക്കവർ ആകും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഒരു അപ്പോളജി കൊണ്ട് ചിലപ്പോൾ അവർക്ക് എല്ലാം ആകില്ല, പക്ഷെ അവർക്കൊരു ആശ്വാസം കിട്ടിയേക്കാം എന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തിച്ചേർന്നത്. സോ അങ്ങനെയാണ് സോറി ഉണ്ടായത്, സോറിയുടെ ആ ഒരു ഐഡിയ ഉണ്ടായത്. സോറിയുടെ ഇൻസ്പിറേഷൻ ശരിക്കും ഏതെങ്കിലും ആളുടെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്? ഞാൻ ലൈഫിൽ കണ്ടു ഒരുപാട് പേര് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ആളുകളുടെ ലൈഫിൽ നിന്ന് എടുത്ത ഇൻസ്പിറേഷനാണ്. ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ കളിയാക്കലുകൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്, നമ്മൾ നോക്കിയാൽ കാണാം. ചിലപ്പം നമ്മളും ആയിരിക്കും ആ കൂട്ടത്തിൽ ഒരാൾ. സോ അതിൽ നിന്ന് ഉണ്ടായ ഇൻസ്പിറേഷനാണ്. എങ്ങനെയാണ് ആരോമൽ ഈ പ്രൊജക്റ്റിലേക്ക് വരുന്നത്? ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു പ്രായത്തിലാണ്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇതിൻ്റെ ഒരു മെയിനായിട്ടൊരു 5 പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യും. അത് ഡയറക്റ്റ് ചെയ്യുന്ന അക്ഷയായിരുന്നു. അപ്പം അന്നോട്ട് നമ്മളുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു എന്തെങ്കിലും എല്ലാം ഒത്തു വന്നാൽ ഒരു സിനിമ ചെയ്യുക എന്നുള്ളത്. ആദ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് സോറിക്ക് മുമ്പ് കാളിയംകുന്ന് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിന് ഒരു 7ഓളം ഇൻ്റർനാഷണൽ ഫിലിം അവാർഡ് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു വിശ്വാസമായി. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അത്യാവശ്യം ഈ ഫിലിം ഗ്യാങ്സ് ആ കാളിയംകുന്നിനെ പറ്റി ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഫെസ്റ്റിവൽ ഒരു പരിധി വരെ നമ്മളെ പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിനെ കുറച്ച് അപ്ലിഫ്റ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഇനി നമുക്കൊരു സിനിമ ചെയ്താലോ എന്നുള്ളൊരു ആലോചനയിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ട അല്ലെങ്കിൽ ആ ഒരു സോറി ആയിരുന്നില്ല ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബഡ്ജറ്റൊക്കെ കുറച്ച് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്. ഇതിലേക്ക് എത്തുന്നത് നമ്മുടെ ഈ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത നമ്മുടെ ഒരു ഗ്രാഫ് തന്നെയാണ്. അപ്പോൾ പിന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമായിരുന്നു. എന്നെ വെച്ച് ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ഇവനും വിശ്വാസമായിരുന്നു. ഇവനെ വെച്ച് ആദ്യത്തെ സംഭവം പ്രൊഡക്ഷൻ ചെയ്യാൻ ഞാനും റെഡിയായി. സോ അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ കരിയറിൻ്റെ ഗ്രോത്തും തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട സോറിയിലേക്ക് എത്തി നിൽക്കുന്നത്. ഇതിലിപ്പോൾ ആരോമലിൻ്റെ ക്യാരക്ടർ എത്രത്തോളം ഓഡിയൻസിന് കൺവേ ആവുമെന്നാണ് ചിന്തിക്കുന്നത്? ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഇപ്പോൾ അരവിന്ദ് ബാബു എന്ന് പറഞ്ഞ കഥാപാത്രം എനിക്ക് ഇയാളെ കണക്റ്റായി. ഈ കഥാപാത്രത്തെ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ കഥയിൽ നിങ്ങൾ കണ്ട എലമെൻറ്റ്സ് എല്ലാം എൻ്റെ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ ഒരു പരിധി വരെ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഇൻസിഡൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പോഴും വിശ്വസിച്ചിരുന്നത് ഇത് ഒരു ഓഡിയൻസിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇത്തരം എലമെൻറ്റ്സ് ഈ സിനിമയിൽ നടക്കുന്ന എലമെൻറ്റ്സ് റിയൽ ലൈഫിലും ഒരാൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവാം എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു ആസ് എൻ ആക്ടർ. അപ്പം ഞാൻ ആ ഒരു തോട്ടിൽ നിന്നാണ് ഓക്കെ എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇത് ആളുകൾക്ക് കണക്റ്റ് ആവും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന അല്ലെങ്കിൽ എൻ്റെ ചില പോസുകളും ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴി എന്നെ ആളുകൾ കളിയാക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കളിയാക്കലുകൾ ഈ ആളുകൾ റിയൽ ലൈഫിൽ ഏറ്റിട്ടുണ്ടാവാം എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഇത് നന്നാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു പരിപാടി. അപ്പോൾ അത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താണ് ആളുകൾക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്.
ഒരു പരിധി വരെ ഇതിൻ്റെ റൈറ്റിംഗ് ആസ്പെക്ട് അതിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഡയലോഗ്സും ഇതിൻ്റെ ബാക്കി കഥാപാത്രങ്ങൾ എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടി ആളുകൾക്ക് കണക്ട് ആവും. പിന്നെ ഞാൻ എൻ്റെ പെർഫോമൻസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയാകും. സോ അതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, കുറച്ചെങ്കിലും ആളുകൾ പറയുന്നുണ്ട് പെർഫോമൻസ് നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷം. ഇതിന്റെ ഒരു റൈറ്റിംഗ് ജേർണി എങ്ങനെ ഉണ്ടായിരുന്നോ? ഇത് എഴുതി തുടങ്ങിക്കഴിഞ്ഞ് വളരെ ഷോർട്ട് സ്പാനിലാണ് ഇത് എഴുതി തീർന്നത്. പക്ഷെ ഇതിലേക്ക് എത്താനായിട്ട് കുറച്ച് ടൈം എടുത്തായിരുന്നു. ഇതിന്റെ ഏറ്റവും ആദ്യത്തെ കോർ പ്ലോട്ട് തുടങ്ങാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാൾ നമ്മൾ ഷോർട്ട് ഫിലിംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ശരിക്കും 2013 തൊട്ട്, അതായത് ഞാൻ 10th പഠിക്കുമ്പോൾ തൊട്ട് ഷോർട്ട് ഫിലിം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വർക്കായതും വർക്കാകാത്തതുമായിട്ടുള്ള ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് അതുവരെ. സോ ഇത്രയും നാളും ഷോർട്ട് ഫിലിംസ് ആണല്ലോ ചെയ്തത്. ഇനി നമുക്ക് ഈ സ്ട്രക്ചറിൽ തന്നെ ഷോർട്ട് ഫിലിം പിടിക്കുന്ന അതേ സ്ട്രക്ചറിൽ തന്നെ ഒരു ഫിലിം പിടിക്കാം. ഒരു 17 ദിവസത്തെ ഒരു സ്ട്രെച്ച് എടുത്ത് നമുക്കൊരു ഫിലിം ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ എന്നാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഐഡിയ കഥയൊക്കെ വന്നത്. സോ അതിന് പറ്റിയൊരു കഥ വേണം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് പതിയെ ഗ്രാജുവലി ഡെവലപ്പ് ആയ ഒരു പ്ലോട്ടാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കഥ കിട്ടിക്കഴിഞ്ഞിട്ടാണ് അത് എഴുതി തുടങ്ങുന്നത്. ലൈക്ക് എഴുതിക്കൊണ്ടല്ല ഞാൻ ആലോചിക്കണം, കഥ ഫുള്ള് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എഴുതുള്ളൂ. സോ അതുകൊണ്ട് തന്നെ കഥ കിട്ടിയതിന് ശേഷം എഴുതിയോണ്ട് തന്നെ എഴുത്തൊരു 2 ആഴ്ച 2.5 ആഴ്ചക്കുള്ളിൽ കഴിഞ്ഞു. ഇൻസിഡൻസ് എല്ലാം മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് അത് ഭയങ്കര പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷെ കഥയിലേക്ക് ഇപ്പോഴത്തെ ഡ്രാഫ്റ്റ് വളരെ പെട്ടെന്ന് ഒരു ആദ്യം ഉണ്ടാക്കിയ കഥ ഭയങ്കര വേറൊരു കഥയായിരുന്നു. പക്ഷെ ആ കഥ നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തിക്കുമ്പോൾ നമ്മുടെ ഈ ബഡ്ജറ്റ് അതിനെ മീറ്റ് ചെയ്യാൻ ശരിയാകില്ല, പകുതിക്ക് വെച്ച് ഇടിച്ച് നിൽക്കും എന്നുള്ളൊരു തോട്ട് വന്നപ്പോഴത്തേക്ക് ആ കഥ മാറ്റിയതാണ് ആക്ച്വലി. എന്നിട്ടാണ് നമ്മൾ കുറച്ചും കൂടെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് കുറച്ചും കൂടെ പൊളിറ്റിക്സ് സംസാരിക്കുന്ന, ലൈക്ക് ഈ മാപ്പ് പറച്ചിലിന്റെ രാഷ്ട്രീയം തന്നെ നമുക്ക് സംസാരിക്കാം എന്നുള്ള രീതിയിൽ പോയി. അതിനുശേഷം ഡ്രാമാറ്റിക്കലായിട്ട് കുറച്ചും കൂടെ നീങ്ങാം, ലൈക്ക് കോൺവെർസേഷനിലാകാം. ലൈക്ക് ആക്ഷൻ സീക്വൻസ് ഒക്കെ വേണം, പക്ഷെ എന്നാലും കുറച്ചും കൂടെ കോൺവെർസേഷൻസിന് പ്രയോറിറ്റി കൊടുത്ത് തന്നെ ചെയ്യാം, നമ്മുടെ ഒരു ബഡ്ജറ്റ് നിൽക്കേണ്ട രീതിയിൽ തന്നെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ സോറിയിലേക്ക് എത്തിയത്. ഇപ്പൊ ആരോമലിനാണെങ്കിലും ഈ സിനിമയിൽ ഏറ്റവും ഒരു പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സീൻ അങ്ങനെ ഉണ്ടോ? ഇതിൽ ഒരുപാട് സീനുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ എടുത്ത് പറയാൻ ഈ അധ്യാപകന്റെ അടുത്ത് പറയുന്നൊരു സ്കൂളിലെ സീക്വൻസ് ഉണ്ട്. അത് ഭയങ്കര എനിക്ക് ആ സീൻ എഴുതിയപ്പോൾ തൊട്ട് എനിക്ക് ആ സീൻ ഷൂട്ട് ചെയ്യുന്നത്, ആ സീൻ ഇവൻ എങ്ങനെ എടുക്കും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ആ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പെർഫോമൻസ് ആ സീനിൽ കുറച്ച് നന്നായിട്ടുണ്ട്. ഞാൻ തന്നെ പറയുന്നതിനൊരു അഭംഗിയുണ്ട്. ആ വസ്തുത മനസ്സിലാക്കിയിട്ടും ഞാൻ പറയുകയാണ്, ആ സീൻ എനിക്ക് ഭയങ്കര വർക്കാണ്. ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള സ്ട്രഗിൾസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ ഡേ ലൈറ്റിനുള്ളിൽ ചില ലൈക്ക് രാത്രിക്കുള്ളിൽ ചില സീൻസ് നമ്മൾ എടുത്ത് തീർക്കാനുള്ളൂ. നൈറ്റ് സീക്വൻസ് ഒക്കെ കുറെ കളക്റ്റീവായിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പം പകലാവുന്നതിന് മുൻപേ നൈറ്റ് സീക്വൻസ് എടുത്ത് തീർക്കേണ്ട ലൈക്ക് ഒരു ക്ലൈമാക്സ് സീനൊക്കെ. സോ ക്ലൈമാക്സിന് മുൻപുള്ള ലൈക്ക് ക്ലൈമാക്സിലേക്ക് പ്രൊസീഡ് ചെയ്യുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ രാത്രിയിലാണ് നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതൊക്കെ മിക്കതും ഒരു രാത്രിയിലൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സോ പകലാവുന്നതിന് മുൻപ് എടുത്ത് തീർക്കുക എന്നുള്ള ഒരു സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലൈക്ക് സെറ്റിൽ 1-2 പേർക്ക് ആക്സിഡൻസ് ഒക്കെ പറ്റിയായിരുന്നു. സോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു സെറ്റിൽ നിന്ന് മറ്റു സെറ്റിലേക്ക് പോകണ ആ ട്രാവലിന്റെ ഇടയിൽ ആക്സിഡന്റ് പറ്റി. നമ്മുടെ കൂടെയുള്ള ഗൂഗിളിന്റെ കൈ ചെറുതായിട്ടൊന്ന് ഫ്രാക്ചർ ആയിരുന്നു. ഗൂഗിൾ സിനിമാറ്റോഗ്രാഫി അസിസ്റ്റന്റ് ആയിരുന്നു. സോ അങ്ങനെ കുറച്ച് ലൈക്ക് കുറച്ചധികം സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. എഡിറ്റർക്ക് അത് കഴിഞ്ഞ ഒരു ആക്സിഡന്റ്. എഡിറ്റർ നമ്മുടെ കൂടെ തന്നെ, ആഷിഖാണ് എഡിറ്റർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എഡിറ്റർക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അങ്ങനെ 1-2 ആക്സിഡൻസ് ഒക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് പിടിച്ചു വെച്ചായിരുന്നു. പക്ഷെ അതൊന്നും ടോട്ടാലിറ്റിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. ആരോമലാണെങ്കിൽ ഈ മൂവിയുടെ പ്രൊഡ്യൂസർ കൂടെയാണല്ലോ. അപ്പൊ ഇത്തരം സംഭവങ്ങൾ എങ്ങനെ ഡീൽ ചെയ്തത്? മെയിൻലി ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ആദ്യം ഉണ്ടാവുക ആ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. മെയിൻലി നമുക്കിപ്പോൾ ഈ പ്ലോട്ട് ചെയ്യാൻ ഒരു 2 കോടി രൂപയൊക്കെ ബഡ്ജറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമാവുന്നില്ല. പക്ഷേ ഇത് ഷൂട്ടിംഗ് എക്സ്പെൻസ് നമ്മുടെ പ്രൊജക്ട് ഡിസൈനറായിട്ടുള്ള ആകാശനം തന്നെ ഒരു എമൗണ്ടിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ ഇത്ര എമൗണ്ട് അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ 4ാമത്തെ ദിവസം പ്രശ്നം വരും. അപ്പം അങ്ങനെ ഒരു പരിധി വരെ സ്മൂത്ത് ആയിട്ട് പോകുമ്പോഴാണ് ഈ ഗൂഗിളിൻ്റെ ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത്. ആ ഗൂഗിളിൻ്റെ ആക്സിഡൻറ്റ് ഞങ്ങളെ വല്ലാണ്ട് ഒരു സങ്കടം എന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കയ്യിൽ നിന്ന് പോവുകയാണല്ലോ കാര്യങ്ങൾ. അവൻ നമുക്ക് വേണ്ടി നിന്ന ആളാണ്, അവന് ഇത് വന്നല്ലോ എന്നുള്ളൊരു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാൻ പറ്റി. ഇന്നവേ പ്രശ്നമല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഈ ഒരു ബഡ്ജറ്റിൽ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും അത് വളരെ
ഒരു പ്രശ്നം തന്നെയാണ്. നമുക്കൊരു ഹോസ്പിറ്റൽ ഇതാവുക, പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അക്സെപ്റ്റ് ചെയ്യുക, അതിനെ ഷൂട്ടിങ്ങിന് ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ അതിനെ ടോപ്പപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നതായിരുന്നു. എൻ്റെ അമ്മയും പ്രൊഡക്ഷനിലുണ്ട്. അമ്മയാണ് മെയിൻ പ്രൊഡ്യൂസർ. ഞങ്ങളുടെ ഒരു കോപ്പറേഷൻ അബ്സല്യൂട്ട് റൈറ്റ് എന്ന് പറഞ്ഞ് അക്ഷയും നമ്മുടെ ആഷിക്കും അരുണും കൂടെ ചെയ്യുന്നൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. അപ്പോൾ അവരും കൂടെ കൊളാബ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു പരിധിവരെ അങ്ങനെ ഹെൽപ്പുകൾ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കാശിൻ്റെ റോളിംഗ് ഒക്കെ ആണെങ്കിലും എനിക്ക് ആ സമയത്ത് ഹെൽപ്പ് ചെയ്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇൻഡസ്ട്രികളിലെ ആക്ടേഴ്സും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റോളിങ്ങിലൊക്കെ ഞങ്ങൾ തീർത്തു എന്നുള്ളതാണ്. ഇപ്പൊ സോറി ആണെങ്കിൽ ഒരു സ്ലോ പേസിൽ പോണ പടമാണല്ലോ. അത്രയും സ്ലോയിൽ പോകുമ്പോൾ ആൾക്കാർക്ക് അത്രയും ഇരുന്ന് കാണുമോ, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ? ഞാനിത് കാണിച്ചവരൊക്കെ എന്നോട് പറഞ്ഞത് വൺസ് ഇതിൽ ഒന്ന് ഇരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ, ഒന്ന് ഇന്നായി കഴിഞ്ഞാൽ തീരണ വരെ കാണും, അരവിന്ദിനെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കേട്ട ഒരു വ്യൂ. സോ ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ വെച്ചത്. പിന്നെ ഈ സ്ലോ പേസ് ആക്കുക എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷിങ്ങിൻ്റെ ആവശ്യം ഭയങ്കരമാണ്. ഇങ്ങനെ ഒരാൾ ഒരു സോറി ചോദിച്ച് ഇറങ്ങാനുള്ള ആ ഒരു പ്രവണത, അല്ലെങ്കിൽ ആ ഒരു ഫിക്സേഷൻ അയാൾക്ക് വരാനുള്ള കാരണം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തേ പറ്റുള്ളൂ. സോ അതിന് കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും. സോ അതായിരിക്കും ചിലപ്പോൾ സ്ലോ പേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആകുന്ന ആളുകൾ കൺസീവ് ചെയ്തെടുക്കുന്നത്. സോ ഈ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ പറഞ്ഞിട്ടുള്ള എന്നോട് ഒന്ന് ഇരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവസാനത്തെ ആ ഒരു പോയിന്റ് വരെ ആളുകൾ ഇരിക്കും. ഒരു ഹുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഹുക്ക് കിട്ടും, ഹുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വൺസ് അവസാനം വരെ പോകും എന്നുള്ളതാണ് ഞാൻ കേട്ടത്. സോ അതാണ് എൻ്റെ ഇപ്പോഴുള്ളൊരു കോൺഫിഡൻസ് ആക്ച്വലി. പിന്നെ ഈ എസ്റ്റാബ്ലിഷിങ്ങിന് ടൈം എടുത്തതായിരിക്കും ഇതിൻ്റെ ഒരു സ്ലോ പേസിന് കാരണം എന്നുള്ളതാണ്. പിന്നെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടും ഡ്രാമ മാത്രമായിട്ട് പോകുമ്പോൾ ഒന്ന് സ്ലോ ആയിട്ട് തോന്നുന്നു നമുക്ക് പൊതുവെ ഫിലിംസ്. എനിക്കും അങ്ങനെയാണ് തോന്നാറ്. ആരോമലാണെങ്കിൽ ഇപ്പം ഈ ക്യാരക്ടർ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഇതുപോലെ ബുള്ളിങ് നേരിട്ടിട്ട് പിന്നെ ആരെങ്കിലും വന്ന് സോറി പറഞ്ഞ അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടിട്ടുണ്ട്? ഈ പടത്തിന്റെ ടൈറ്റിൽ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലുക്ക് നമ്മൾ റിലീസ് ആവുന്ന സമയത്ത് നമുക്ക് ഈ പടം നമ്മുടെ സർക്കിളിൽ ചേർത്തലയിലൊക്കെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയുണ്ടായി, ഇതെന്താണ് ഇതിൻ്റെ കണ്ടന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ആരുടെയും പുറത്ത് പറയണ്ട, ഇതാണ് ഇതിൻ്റെ കോണ്ടന്റ് എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കൊള്ളാലോ, നല്ല പരിപാടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ വീട്ടിൽ പോയി ആലോചിച്ചു. അവിടെ നിന്നിട്ട് അവൻ എന്നെ രാത്രി വിളിച്ചു. ഞാൻ അക്ഷയോട് പറഞ്ഞു, എന്നെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞടാ, ഞാൻ ഇതുപോലെ നിന്നെ ഒരു സ്ഥലത്ത് ഞങ്ങൾ വീഗാലാൻഡിൽ ടൂറിന് പോയപ്പോൾ പണ്ട് നടന്നൊരു സംഭവമാണ്. ഞാൻ നിന്നെ അന്ന് കളിയാക്കിയില്ലേ, ഞാൻ എന്നാ പേരിട്ടിട്ടല്ലേ ഇപ്പോഴും നിന്നെ നമ്മുടെ സർക്കിളിലൊരു ഇരട്ടപ്പേരുണ്ട്, അത് വിളിക്കണത്, അത് നിനക്ക് ബുദ്ധിമുട്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു. ഞാനത് മൈൻഡ് ചെയ്യാറില്ല, പക്ഷെ എപ്പോഴും അത് വിളിക്കുമ്പോൾ ആ ഓർമ്മയിലേക്ക് പോകുന്നു. ഇപ്പം പറയണം, ക്ഷമിക്കണം. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൊള്ളാം, ശരിക്കും കിട്ടി, കൺവേ ആവുന്നുണ്ട്. ഐ മീൻ ഈ ത്രെഡ് അങ്ങനെയാണോ, ഇത് മനുഷ്യനുള്ള കാലം വരെ നിൽക്കുന്ന ഒരുപാട് ത്രെഡുകൾ ഇന്നോളം ഈ മലയാള സിനിമയ്ക്കും ലോക സിനിമയ്ക്കും വന്നിട്ടുണ്ട്. സോ എനിക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര മനുഷ്യർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നൊരു ത്രെഡാണ്. ഇപ്പോൾ ഞാനൊരു ആക്ഷൻ സിനിമ എല്ലാവർക്കും കണക്റ്റ് ആവില്ല എന്ന അവകാശവാദം എനിക്കില്ല. പക്ഷെ എന്നാലും ഈ ത്രെഡ് കുറച്ചുകൂടെ ആളുകളിലേക്ക് റിലേറ്റഡ് ആവും. അപ്പം ഞാൻ കാവ്യയോടൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സോറി പറയാതെ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി കാവ്യക്കത് ബുദ്ധിമുട്ടാണ്, അയാളുടെ ഭാഗത്തല്ലേ തെറ്റ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ കാവ്യയോട് വന്നിട്ട് എൻ്റെ ഭാഗത്താണ് കാവ്യ തെറ്റ്, എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുമ്പോൾ താങ്കൾക്കൊരു ഓക്കെ, ആ പ്രശ്നം അവിടെ തീർന്നല്ല, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലും തീരുന്നത്. അതാണ് പ്രശ്നം. നമ്മൾ ഈ മൈൻഡ് ക്യാരി ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ നമ്മളോട് ഒരാൾ ഒരു തെറ്റ് ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തിരുന്നു, എന്നോട് ക്ഷമിക്കൂ എന്ന് ഹൃദയത്തിൽ തൊട്ട് അയാൾ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മുടെ മറ്റു പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കൊന്ന് മാറാൻ സാധിക്കും. അതൊരു കൈൻഡ് ഓഫ് റിലീഫ് പോലെയാണ്. അതുകൊണ്ട് എനിക്ക് ഈ കഥാപാത്രവും ഈ സിനിമ ഭയങ്കര പ്രിയപ്പെട്ടതാണ്. എന്നോട് അങ്ങനെ റിയൽ ലൈഫിൽ ഈ ഫ്രണ്ട് പറഞ്ഞു, അത് വലിയൊരു തെറ്റാണ്. കാരണം ഒരു ഇരട്ടപ്പേരിട്ട് വിളിക്കുകയാണ്. അത് ഇന്നും ഇപ്പോൾ ഐ തിങ്ക് ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ പോകുന്നത്. അത് 7ാം ക്ലാസ് തൊട്ട് ഇന്നോളം ഇപ്പം എനിക്ക് 28 വയസ്സായി. ഇന്നോളം എൻ്റെ ആ സ്കൂൾ ഓഫ് ഫ്രണ്ട്സിൽ ആ പേര് ഭയങ്കര ഫെമിലിയറാണ്. ഇപ്പം ഞാൻ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എന്നെ ആ ഗ്രൂപ്പുകളിലൊക്കെ ആ പേരുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് എവിടെയോ ഉള്ളിൻ്റെ ഉള്ളൊരു സങ്കടം തോന്നും. പക്ഷെ ഇവനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഇതിപ്പം ആരോമലിന്റെ ക്യാരക്ടർ ആണെങ്കിൽ ഒരുപാട് ഓഡിഷൻസിന് പോയിട്ട് അവരെടുക്കണമെന്നില്ല, ഒരുപാട് ഓഡിഷൻസ് പോയി തോറ്റു പോയിട്ടാണ് പിന്നെയാണ് ജയിക്കുന്നത് ഈ സോറീസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം. നേരത്തെ ഓഡിഷന് പോയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് ഞാൻ ഒരുപാട് ഓഡിഷന് പോയിട്ടുള്ള ആളാണ്. ഞാൻ എൻ്റെ ഇതിനു മുമ്പത്തെ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്.
ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ആ, 9ാം ബൈസൈക്കിൾ തീവ്സ് എന്ന് പറഞ്ഞൊരു സിനിമ ഞങ്ങളുടെ നാട്ടിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് ഞങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ ഫയർ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ അറിയാം. ഫയർ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ ചേർത്തല തന്നെയാണ്. അപ്പോൾ ഈ സൈജു കുറുപ്പ് സാറും ബിനീഷ് കോടിയേരി അവരുടെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അച്ഛനാണ് എന്നെ സെറ്റിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന സ്ഥലത്ത് ചെന്നാൽ ഇങ്ങനെ ആളെ പരിചയപ്പെടാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ആ സിനിമയിൽ എനിക്ക് ചെറിയൊരു പോർഷനിൽ എനിക്ക് കയറാൻ പറ്റി. പയ്യനാണ്, ഈ ഡ്രാമ ചെയ്തുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷെ അത് എന്നെ സിനിമ എന്ന് ക്യാമറയൊന്നും നമുക്ക് അറിയില്ല, ഏതാണ് ആംഗിൾ, ഷോട്ട് എടുത്തോ ഇല്ലോ എന്നൊന്നും അറിയില്ല. ഈ ആക്ഷൻ കട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടുകാരുടെ അടുത്ത് മൊത്തം ഞാൻ ഇന്ന സിനിമയിലുണ്ട് എന്ന് പറഞ്ഞു. സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ പോർഷനും ഇല്ല, ആ ഒരു ഏരിയ പോലും ഇല്ല. ചെറിയൊരു ഇത് മാത്രമായിട്ട് ഇങ്ങനെ പാട്ട് സീനിൽ പോകുന്നതാണ്, ആംഗിളിൽ ഞാനില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ നാടകത്തിലൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഒരുപാട് സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കുറച്ചുകൂടെ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അച്ഛനാണ് എന്നെ ആദ്യമായിട്ട് ഓഡീഷനൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് ഓഡീഷന് പോകാൻ തുടങ്ങി. ഒരുപാട് ഓഡീഷൻസിന് പോയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഓഡീഷൻസിന് പോയിട്ട് പറ്റിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇപ്പം നമ്മൾ മെയിൻ ഞാനിപ്പോൾ പറയുമ്പോൾ ഇപ്പോഴും ഓഡീഷൻസിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനും നല്ല നല്ല ഓഡീഷൻസിന് പോകാറുണ്ട്. നമ്മുടെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ട് ഇവർ ഓഡീഷൻ ചെയ്ത് അത് എനിക്കത് മാറണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ലെങ്കിൽ ഇവർ എന്തുകൊണ്ട് അത് ആളുകളോട് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. അത് ഭയങ്കര ഇപ്പം നമ്മളൊരു ഓഡീഷന് പോകുന്ന ഇപ്പോൾ എറണാകുളത്ത് വന്ന് താമസിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട് പല ജില്ലകളിലായിട്ട്. ഇവർ ഈ സ്വിഗ്ഗിയും സൊമാറ്റോ പോലത്തെ ഡെലിവറി ഇതിൽ ഓടി ആയിട്ടൊക്കെയാണ് അടുത്ത ദിവസം ഓഡീഷന് പോകുന്നത്. ഇത് ഓടുന്ന സമയത്ത് ഓഡീഷന് പോയി ഉടുപ്പ് മാറി ഡെലിവറിക്ക് പോകുന്ന ആളുകൾ എനിക്ക് എൻ്റെ കൂട്ടുകാരനുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഓഡീഷൻസിനൊക്കെ പോയിട്ട് അവർ ആ ഓഡീഷൻ നടക്കുന്ന സ്ഥലത്ത് വെച്ച് അവർ ചിലപ്പോൾ സെലക്ട് ചെയ്തിട്ട് പറയും ഇന്ന സമയമായിരിക്കും നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തത്, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറിലേക്ക് ഇങ്ങനെയൊക്കെ ആവണം. എന്നോടും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആവാൻ ശ്രമിക്കണം, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റാണ്. അപ്പോൾ ഇവരെ ഇങ്ങനെ കൊണ്ടുവരും. അതായത് ഇത് കിട്ടി, നിങ്ങളുടെ കയ്യിൽ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഇവരിങ്ങനെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വിളിച്ചിട്ട് പറയും, പിന്നെ ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഇങ്ങനൊരു ഇത് വരുന്നുണ്ട്, ഒരു 50,000 രൂപ കൊടുക്കുന്ന ഒരു പയ്യന് ആ വേഷം കിട്ടി, നമുക്കൊരു 25 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ആ വേഷം തരാം. ചിലർ കൊടുക്കുന്ന ആളുകളുണ്ട്, കൊടുത്തിട്ട് പറ്റിക്കപ്പെടുന്ന ആളുകളുണ്ട്. ഇത് പറ്റിക്കലാണെന്ന് അറിഞ്ഞിട്ടും വീഴുന്ന ആളുകളുണ്ട്. അതാണ് അത്ഭുതം. അപ്പോൾ അങ്ങനെ ഞാനിതുവരെ കാശ് കൊടുത്തിട്ടില്ല, പക്ഷെ അങ്ങനെ അതൊരു കൈൻഡ് ഓഫ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പടത്തിലെ കളർ ഗ്രേഡിങ് ഒരു പുതിയൊരു രീതിയിലായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ കഥയായിട്ട് എങ്ങനെയാണ് സിമിലർ ആവുന്നത് ഈ കളർ ഗ്രേഡിങ്? ഇത് ഭയങ്കര ലൈഫിലേക്ക് ആകണം ഇതിൻ്റെ മൊത്തത്തിലുള്ള എക്സിക്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ അത് ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള ആസ്പെക്ട് കയറി വരും. കാരണം അരവിന്ദിന് സോറി കിട്ടാതെ വരുമ്പോൾ തൊട്ട് അരവിന്ദ് എക്സ്ട്രീമിറ്റീസിലേക്ക് പോകാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് ഒരാൾ എക്സ്ട്രീമിറ്റീസിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആളുടെ ലൈഫ്, ഏതൊരു മനുഷ്യൻ്റെ ലൈഫ് സിനിമാറ്റിക് ആവും. ഡ്രാമ കയറി വരും, ചിലപ്പോൾ ആക്ഷൻ കയറി വരും അയാളുടെ ലൈഫിൽ. ഇതുവരെ ഇല്ലാത്ത പലതും കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ സിനിമാറ്റിക് ആവും. സോ ആദ്യത്തെ കുറച്ച് സമയം, ആദ്യത്തെ ഒരു 20-30 മിനിറ്റോളം ലൈഫിലേക്കായിട്ടാണ് സിനിമ പോകേണ്ടത്. കാരണം സാധാരണ ഒരു മനുഷ്യൻ്റെ സാധാരണ ജീവിതം, ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ക്യാമറ കൊണ്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ പോകണം എന്നുള്ളതുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റായിട്ട് ഗ്രേഡി ആയിട്ട് ഒരുപാട് കളർഫുൾ ആക്കാത്ത രീതിയിലാണ് കൊണ്ടുപോയത്. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ തൊട്ട് പതിയെ ഗ്രാജുവലി വൈബ്രൻസ് വരുന്നുണ്ട് അതിലെ കളർ ഗ്രേഡിങ്ങിൽ. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞാണ്, ആൾ എക്സ്ട്രീമിറ്റീസിലേക്ക് പോകാൻ തുടങ്ങുകയും അതുവഴി അയാളുടെ ലൈഫ് സിനിമാറ്റിക് ആകുകയും ചെയ്യുന്നു എന്നുള്ളൊരവസ്ഥ അയാളുടെ ലൈഫിലേക്ക് കയറി വരും. സിനിമയായി മാറുവാണ് അയാളുടെ ലൈഫ്. അവസാനം എൻഡ് തീരുമ്പോഴത്തേക്കും ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് തന്നെ തീർക്കാം. ആദ്യം ഭയങ്കര ലൈഫിലേക്കായിട്ട് തുടങ്ങി എൻഡിലേക്ക് പോകുമ്പോൾ സിനിമാറ്റിക് ആയിട്ട് തീർക്കാം എന്നുള്ളൊരു ആശയത്തിലാണ് അങ്ങനെ ഒരു രീതിയിൽ 2 ടൈപ്പ് കളർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആരോമലിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടി നമുക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ എങ്ങനെ വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മോൾഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് പെർഫോമൻസിലേക്ക് വരുമ്പോൾ? ഞാൻ ഈ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ അഭിനയത്തോട് വല്ലാത്തൊരു അഭിനിവേശം ഉള്ള ഒരാളാണ്. എനിക്ക് എപ്പോഴും പുതിയ ഇമോഷൻസ് കിട്ടണം, അല്ലെങ്കിൽ പുതിയ രീതിയിൽ പറയുന്ന ആളുകളിലേക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ കൺവേ ആവണം, അല്ലെങ്കിൽ ഒരു ഡീറ്റെയിലിംഗ് പ്രോസസ്സ് എൻ്റെ ഉള്ളിൽ തന്നെ നടക്കും. ആസ് ആൻ ആക്ടർ ഞാൻ എല്ലാ ദിവസവും എനിക്കത് പുതിയ എന്തെങ്കിലും ഒരു ആക്ടിങ്ങിലേക്ക് ഇൻപുട്ട് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ അത്രയും അഭിനയത്തോടും സിനിമയോടും ഒക്കെ അത്രയും അഭിനിവേശമുള്ള ഒരു നടൻ എന്ന നിലയ്ക്ക് ഇത്തരം ഒരു വേഷം കിട്ടുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടെ നമുക്ക് പൊളിച്ചടുക്കാം എന്നുള്ളൊരു മൈൻഡിലേക്കാണ് ഞാൻ എത്തിയത്. അപ്പോൾ
പിന്നെ ഇത് എപ്പോഴും കിട്ടുന്നൊരു വേഷമല്ല. അതുകൊണ്ട് എൻ്റേതായിട്ടുള്ള ഒരു ട്രെയിനിങ്, ഒരു സെൽഫ് ട്രെയിനിങ് പരിപാടികളൊക്കെ ഇതിന് ഈ പടം, ഇതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്കൊരു 20 ദിവസം മുമ്പ് എനിക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നിരുന്നു. ഫുള്ള് സ്ക്രിപ്റ്റ് എനിക്ക് തന്നു, എൻ്റെ പോർഷൻ എല്ലാം എനിക്ക് തന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു വർക്ക്ഷോപ്പിനൊന്നും പോയിട്ടില്ല. ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട്, സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വർക്ക്ഷോപ്പിനും പോയിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഒരു ട്രെയിനിങ് കൊടുത്തിരുന്നു. എനിക്ക് ഈ സിനിമയുടെ എല്ലാ ഇമോഷനും ഒരു ഡീറ്റെയിലിംഗ് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ആസ് എൻ ആക്ടർ ഈ സിനിമയ്ക്ക് അത് ആവശ്യമുണ്ട്. കാരണം എന്നെ ആളുകൾ ആരും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെന്ന നിലയ്ക്ക് എന്നെ അവരിലേക്ക് എത്തിക്കാൻ എൻ്റെ പെർഫോമൻസും, ഈ സിനിമ അവരിലേക്ക് എത്തിക്കാൻ പെർഫോമൻസും സഹായിക്കും. അപ്പോൾ ആ പെർഫോമൻസ് മീറ്ററിന് കോംപ്രമൈസ് ചെയ്യരുതെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അഖിലി നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഈ ആക്ടിങ്ങിലേക്ക് വരാനുള്ള ഇൻസ്പിറേഷൻ അച്ഛനാണോ? അച്ഛനാണ്. അച്ഛൻ എൻ്റെ പ്രായത്തിൽ അച്ഛൻ നാടകങ്ങളൊക്കെ ചെയ്തു നടന്ന ആളാണ്. ചേർത്തലയിലൊരു സംഘം ഉണ്ടായിരുന്നു, കലാകേന്ദ്ര എന്ന് പറഞ്ഞിട്ട്. അതിലൊരു പ്രധാന നടന്മാരിൽ ഒരാളായിരുന്നു അച്ഛൻ. പിന്നെ അച്ഛൻ ഒരുപാട് നാടകങ്ങളിൽ, ഈ തെരുവ് നാടകങ്ങൾ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. ആട്ടക്കലാശം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്. പണ്ടത്തെ സിനിമയാണ്. അതും ഈ പറഞ്ഞ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഷൂട്ട്. അപ്പോൾ ആ ചെറിയ എന്തോ സംഭവം ചെയ്തിട്ടുണ്ട്. അച്ഛനും നടനാവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അച്ഛൻ ഒരു പരിധി വരെ എന്നെ ഹെൽപ്പ്. ഇപ്പോൾ അച്ഛനില്ല, അച്ഛൻ പോയിട്ട് 9 വർഷമായി. അപ്പോൾ അച്ഛന് ഒരു നടനാവണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഫ്രണ്ട്സ് വഴിയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ആ ഒരു ആഗ്രഹം അച്ഛന് നേടിയെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം എന്നിലൂടെ നേടിയെടുക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ ലക്കിലി അദ്ദേഹം ഇപ്പോൾ സോറി കാണാൻ അദ്ദേഹം ഇല്ല നമ്മുടെ കൂടെ. പക്ഷെ എന്നാലും ഒരു നടനാവണം, അല്ലെങ്കിൽ ഒരു സിനിമ എന്താണെന്ന് എനിക്ക് ആദ്യം പറഞ്ഞു തന്ന അച്ഛനാണ്. നാടകത്തെപ്പറ്റി ആദ്യം അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ, അഭിനയത്തെപ്പറ്റിയും നല്ല നല്ല നടന്മാരെ പറ്റിയും ഒക്കെ അച്ഛനും ഒടുവിൽ കൃഷ്ണൻ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ആക്ടേഴ്സിനെയാണ് കുറച്ചുകൂടെ കേന്ദ്ര കഥാപാത്രം ആവുന്ന ആളുകളെയൊക്കെ കുറച്ചുകൂടി ഇഷ്ടം. സിദ്ദിഖിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛനാണ് ആക്ച്വലി ഇങ്ങനൊരു സിനിമയുണ്ട്, ഇങ്ങനെ സിനിമയ്ക്ക് പിന്നിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, നിനക്കൊരു നടനാവാനുള്ള ടാലൻ്റ് ഉണ്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞതും അതിനുവേണ്ടി എന്നേക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ട് എന്നെ ട്രെയിൻ ചെയ്യിച്ചതും അച്ഛനാണ്. ഇപ്പം ആസ് ആൻ ഡയറക്ടർ എങ്ങനെയാണ് ഒരു ഇൻസ്പിറേഷൻ വന്നത്? ഡയറക്ടർ ആവണം എന്ന് നേരത്തെ ആഗ്രഹം ഉണ്ടായതല്ലേ പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു? എനിക്ക് പണ്ട് മുതലേ കഥ പറയാൻ ഇഷ്ടമുള്ള, എനിക്ക് നല്ലപോലെ കഥ പറയും, നല്ല കഥ പറയാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. സോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊന്നും കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്, ലൈക്ക് കള്ളക്കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കാറുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൽ കുറേ കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട് ആളുകളെ. സോ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് അത് ഈ കഥ പറച്ചിലുകളിൽ നിന്നുള്ള ഒരു കഥ പറയാനുള്ള ഒരു ഇഷ്ടത്തിൽ നിന്നാണ് ഇത് ഡെവലപ്ഡ് ആയത്. അപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കഥ പറയാൻ അല്ലെങ്കിൽ ഏറ്റവും സ്വീകാര്യതയുള്ളൊരു ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഏരിയ സിനിമ തന്നെയാണ്. ലൈക്ക് ഞാനിരുന്ന് കഥ പറയണേക്കാളും ആളുകൾ കേട്ടും കണ്ടുമൊക്കെ ഇരിക്കും ഞാൻ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു പാഷൻ അല്ലെങ്കിൽ പ്രൊഫഷൻ ചൂസ് ചെയ്യുക എന്ന് തീരുമാനിച്ചത്. അതിൻ്റെ ടെക്നിക്കൽ വശമൊക്കെ അത് കഴിഞ്ഞിട്ടാണ്, എപ്പോഴും പഠിച്ചു വരുന്നേ ഉള്ളൂ കാര്യങ്ങൾ. പക്ഷേ ഈ സ്റ്റോറി ടെല്ലിംഗ് ആണ് ഞാൻ ഇതുവഴി ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റോറി ടെല്ലിങ്, എൻ്റെ സ്റ്റോറി ടെല്ലിംഗ് എൻഹാൻസ്ഡ് ആക്കാൻ ഞാൻ ചെയ്യുന്ന ഫിലിമിന് പറ്റും എന്നുള്ള തോട്ടിൽ നിന്നാണ് ഇത് ഉണ്ടായത്, ഈ ഒരു ആഗ്രഹം ഉണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ കാളിയൻകുന്ന് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, അതെങ്ങനെയാണ് സംഭവിച്ചത്? നിങ്ങൾ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആ ഷോർട്ട് ഫിലിമിലൂടെയാണ് നിങ്ങൾ? ഇല്ല, കാളിയൻകുന്നിന് മുമ്പും ഞാൻ പറഞ്ഞത് ഞങ്ങൾ ചെയ്ത അവസാനത്തെ ഷോർട്ട് ഫിലിമാണ് കാളിയൻകുന്നാണ്. ഞങ്ങൾ ചെയ്ത ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഉണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവൻ്റെ ബോധി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. ആദ്യം ഞാൻ അക്ഷയുടെ ഒരു ഷോർട്ട് ഫിലിം ജേർണിയിൽ തിമിസ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. 2016 ഇറങ്ങിയ ഷോർട്ട് ഫിലിമാണ്. അതും ഈ പറഞ്ഞ കുറച്ച് ഫെസ്റ്റിവൽ ജേർണിയൊക്കെ നല്ല രീതിയിൽ പോയൊരു ഷോർട്ട് ഫിലിമാണ്. ആ ഷോർട്ട് ഫിലിമിലാണ് ആക്ച്വലി ഞാൻ അക്ഷയുടെ ഒരു ഇതിലേക്ക് വരുന്നത്. അതിൽ ഡബ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിക്കുന്നത്. അതിന് മുമ്പ് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ഈ ഫിലിം പരിപാടിയിലേക്ക് ആദ്യം വരുന്നത് ഈ തെമിസിലാണ്. തെമിസ് കഴിഞ്ഞിട്ട് നമ്മൾ ബോധി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തു. ബോധി കഴിഞ്ഞിട്ടും പിന്നെ 2 ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് കാളിയൻകുന്നിലേക്ക് എത്തുന്നത്. കാളിയൻകുന്ന് നമ്മൾ ഇതുവരെ ചെയ്ത ഷോർട്ട് ഫിലിമിനേക്കാൾ നമ്മൾ വേറെ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്തത്. നമ്മൾ ഈ പറഞ്ഞ നമ്മൾ തട്ടക്കുഴ എന്ന് പറഞ്ഞ ഇടുക്കി ഒരു സ്ഥലത്ത് പോയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അതിനൊരു പ്രോപ്പർ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നത്. ഓംകാർ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ലീഡായിട്ട് അഭിനയിച്ച അശ്വിൻ എന്ന് പറഞ്ഞൊരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസാണ്. അപ്പോൾ അതൊരു പ്രോപ്പർ ഒരു പ്രൊഡക്ഷൻ വന്നിട്ട് വേറെ സ്ഥലത്ത് റൂമുകളും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് വണ്ടികളും യൂണിറ്റും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. ആ ഷോർട്ട് ഫിലിമിൻ്റെ അതുകൊണ്ട് അത്ര കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ആ ഷോർട്ട് ഫിലിം കഴിഞ്ഞപ്പോൾ തൊട്ടാണ് നമുക്ക് ഈ കുറച്ച് വിശ്വാസം വന്നു തുടങ്ങിയത്. ഐ മീൻ നമുക്ക് ഇനിയൊരു സിനിമ ചെയ്യാം, നമുക്ക് അതിനുള്ള ചെയ്യാനുള്ള ഒരു പരിപാടി ആയി എന്നുള്ളത്. കാളിയൻകുന്ന് ഒരു സംതിങ് ക്ലോസ് ടു ഹാർട്ടുള്ളൊരു പരിപാടിയാണ്.
അതുപോലെ ആരോമലിൻ്റെ ഇപ്പം നിങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ആരോമലിൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് ആസ് എ ഡയറക്ടർ എന്താ തോന്നുന്നത്? ആക്ച്വലി ഈ സോറിയിൽ അരവിന്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടറെ സ്കെച്ച് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ആ ക്യാരക്ടറെ കുറിച്ച് എഴുതിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്ന ആരോമൽ തന്നെയാണ്. അതിനൊരു ഒഡീഷനോ വർക്ക്ഷോപ്പോ ഒന്നും ഇല്ലായിരുന്നു. അതിന് കാരണം എന്ന് വെച്ചാൽ ആരോമൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളും ഈ കഥയിലുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ ഒഡീഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആരോമലും എൻ്റെ ഒപ്പം ഉള്ള ഒഡീഷന് പോകുന്ന എൻ്റെ വേറെ സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞത് വെച്ചാണ് ലൈക്ക് ഈ ഇതിൽ ഒഡീഷൻ പോയിന്റും അല്ലെങ്കിൽ അരവിന്ദ് എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ ഡിസൈൻ ചെയ്തത്. സോ അരവിന്ദ് എന്ന് പറയുന്ന ക്യാരക്ടറുടെ എസെൻസ് ആരോമലിലുണ്ട്. അതുകൊണ്ട് തന്നെ ആരോമൽ ഭയങ്കര നിഷ്പ്രയാസം ആ ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല നല്ല രീതിയിൽ തന്നെ അഭിനയിക്കുന്ന, ഞാൻ കണ്ടിട്ടുള്ള, എനിക്ക് അടുത്തറിയാവുന്ന നല്ല ആക്ടേഴ്സിൽ ഒരാളാണ് ആരോമൽ. സോ അതുകൊണ്ട് തന്നെ ലൈക്ക് എനിക്കിതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് തന്നെ തരുന്ന, ലൈക്ക് അത് തന്നെ ഡെലിവർ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ് ആരോമൽ. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഡ് പ്രൊട്ടഗണിസ്റ്റ്, അതായത് അരവിന്ദിൻ്റെ ക്യാരക്ടറിലേക്ക് വേറെ ആരെയും എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ആരോമൽ തന്നെയാണ് അതിൻ്റെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരാൾ എന്നുള്ളതാണ്. സോ അത് ഭയങ്കര എളുപ്പമുള്ളൊരു പരിപാടിയായിരുന്നു ലൈക്ക് ആരോമലിനെ വെച്ച് അരവിന്ദിനെ പുൾ ഓഫ് ചെയ്യുക എന്നുള്ളത്. ആരോമൽ ഇഷ്ടപ്പെട്ട പറഞ്ഞത്? ആസ് എ ഡയറക്ടർ അക്ഷയ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ പറഞ്ഞ രണ്ടും ഇപ്പൊ ആസ് എ ഫ്രണ്ട് എന്ന് പറയുന്നതിലും ആസ് എ ഡയറക്ടർ എന്ന് പറയുന്നതിലും രണ്ടും രണ്ട് എക്സ്റ്റെൻഡ് ആണ് ആള്. ആസ് ആക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ഡയറക്ടർ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അവന് വേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഭയങ്കര ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടറാണ്. ഇപ്പോൾ നമ്മളൊരു കൈ എടുക്കുന്ന ഒരു സാധനം അവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് വേണ്ടാന്ന് തന്നെ പറയും. അത് ഭയങ്കര ക്ലാരിറ്റിയോടുകൂടി ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട എന്നല്ല പറയുന്നത്. എന്തുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിന് ആ ചോദ്യത്തിന് കൃത്യവും വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം അക്ഷയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. അത് ഇതവേ സ്റ്റോറി നമ്മളോട് ഒരു കഥ പറയുമ്പോൾ തൊട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഭയങ്കര ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടറാണ്. എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ഇവൻ ആദ്യം മനസ്സിൽ കണ്ട ഇപ്പോൾ ചില സിനിമകളുണ്ട്, നമ്മൾ ഡയറക്ടർ ചിലപ്പോൾ നമ്മളടുത്ത് കഥ വന്ന് പറയും, ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് വരുമ്പോൾ അതിൽ നിന്നും എൻ്റയർലി മാറ്റമുള്ള പോലെ തോന്നും. ഓക്കെ, അതിപ്പോൾ ഷോർട്ട് ഫിലിംസിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ ടീമിലല്ല, പുറത്തുള്ള പരിപാടിയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇവൻ കഥ ആദ്യം നമ്മൾ ഈ സോറിയുടെ ലോക്ക് ചെയ്ത ഡ്രാഫ്റ്റ് എങ്ങനെയാണോ അക്ഷയ് എൻ്റെ അടുത്ത് നരേറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതേ ഇമോഷൻ എനിക്ക് കിട്ടിയ അതേ ഇമോഷൻ ആസ് എ ഓഡിയനാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. ആ ഓഡിയൻ എനിക്ക് എത്രത്തോളം ഞാൻ ഭയങ്കര ഹൈ കിട്ടിയ, അത് എങ്ങനെ ഹൈ കിട്ടിയോ അതുപോലെ തന്നെ പടത്തിൻ്റെ ഫൈനൽ കട്ട് കണ്ട്, ഇൻക്ലൂഡിങ് ആ സോങ്ങും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ ഈ പറഞ്ഞ കാര്യം അവന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ കൃത്യതയോടുകൂടിയും വ്യക്തയോടുകൂടിയും പറയുക മാത്രമല്ല വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ഡയറക്ടർ കൂടിയാണ്. അത് ഭയങ്കര ലക്കല്ലേ. രണ്ടുപേർക്കും ഇഷ്ടമായില്ല. എന്തായാലും സോറി എന്ന മൂവി സൈനിലൂടെ റിലീസായിരിക്കുകയാണ്. ഒരുപാട് നല്ല പ്രശംസ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ദ ബെസ്റ്റ്. താങ്ക് യു.